नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग സ്ത്രീ കുടുംബത്തിലെ വിളക്കെന്ന പോലെ ആരോഗ്യത്തിൻ്റെ സംരക്ഷക കൂടിയാണ്. മാതൃത്വം എന്ന പരിഭാവന ധർമ്മം കൂടി വന്നു ചേരുന്നതോടുകൂടി സ്ത്രീയുടെ ചുമതലയേറുന്നു. കുടുംബാംഗങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം ആരോഗ്യത്തോട് കാണിക്കുന്ന അനീതി എന്നതുപോലെ തന്നെ കുടുംബത്തോടും സമൂഹത്തോടും കാണിക്കുന്ന അന്യായമാണ്. ഈ ഒരു തിരിച്ചറിവാണ് സ്ത്രീയുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് കാരണമായത്. സ്ത്രീത്വത്തിൻ്റെ ആദ്യ ചിഹ്നങ്ങൾ പ്രകടമാകുന്നത് ജീവിതത്തിൻ്റെ ആദ്യ ദശകത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്, ഏകദേശം 8-10 വയസ്സ് പ്രായമുള്ളപ്പോൾ. ഇതിൽ തന്നെ മുഖ്യമായത് ആർത്തവാരംഭത്തോടു കൂടി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ആദ്യമായി ഋതുമതിയാകുന്ന പെൺകുട്ടിക്ക് അല്പം ഭയവും ആകാംക്ഷയും ആശയക്കുഴപ്പവും ഉണ്ടാവുക സ്വാഭാവികമാണ്. അമ്മയുടെ സ്നേഹപൂർണമായ ഇടപെടലുകളാണ് ഈ അവസരത്തിൽ അത്യാവശ്യമായിട്ടുള്ളത്. കൗമാരപ്രായക്കാരിൽ ഏറ്റവും അധികമുള്ള പ്രശ്നമാണ് സങ്കോചം മൂലം മലമൂത്ര വിസർജനം തടഞ്ഞു വയ്ക്കുന്ന സ്വഭാവം. പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഇത് പിന്നീട് ജെനിറ്റോ യൂറിനറി പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. സ്കൂളിലും മറ്റും സുരക്ഷിതമായി മലമൂത്ര വിസർജനം നടത്തുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കേണ്ടതുണ്ട്. പെൺകുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് പൂപ്പൽ ബാധ അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ. വസ്ത്രങ്ങൾ ഇറുകിയിരിക്കുന്ന ഭാഗങ്ങളിലും പ്രത്യേകിച്ച് സ്ഥലങ്ങളുടെ അടിഭാഗത്തും ജെനിറ്റോ യൂറിനറി ഏരിയയിലുമാണ് കടുത്ത ചൊറിച്ചിലും കറുപ്പ് നിറവും ഉണ്ടാകുന്നത്. വസ്ത്രധാരണത്തിൽ ശ്രദ്ധ ചെലുത്തുകയും നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് പൂപ്പൽ ബാധ ഒഴിവാക്കുവാൻ സാധിക്കും. തുടക്കത്തിൽ ആർത്തവം ക്രമം തെറ്റി വരുന്നത് സ്വാഭാവികമാണ്. അതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും തന്നെ ആവശ്യമില്ല. രക്തക്കുറവുള്ള കുട്ടികളിൽ ഇത് സാധാരണ കണ്ടുവരുന്നു. പോഷക ഗുണമുള്ള ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പോഷക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അമിതമായ പോഷണം ഒഴിവാക്കേണ്ടതുണ്ട്. ഇന്ന് ലഭ്യമാകുന്ന ഹോർമോൺ കുത്തിവെച്ചുള്ള കോഴിമാംസവും മറ്റും അമിതവണ്ണവും മറ്റു ഹോർമോണൽ ഇംബാലൻസും ശരീരത്തിൽ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രായത്തിനനുസരിച്ചുള്ള ശരീരഭാരവും പാരമ്പര്യമായുള്ള ദേഹപ്രകൃതിയും നിലനിർത്തുന്നതാണ് എന്നും ആരോഗ്യപ്രദമായിട്ടുള്ളത്. ആർത്തവത്തോടനുബന്ധിച്ച് ചെറിയ തോതിലുള്ള തലവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണ പതിവാണ്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. എങ്കിലും മലബന്ധമുള്ളവർക്ക് 1-2 ടീസ്പൂൺ ശുദ്ധി ചെയ്ത ആവണക്കെണ്ണ രാത്രി കൊടുക്കുന്നത് ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സഹായകമാകും. യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉന്നത പഠനത്തിൻ്റെ സമ്മർദ്ദം എന്നതുപോലെ തന്നെ വൈകാരികമായും ലൈംഗികമായും ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ലൈംഗികമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് യുവതികളേറെ ബോധവതികളാകേണ്ട കാലമാണിത്.
ലൈംഗിക ഉദ്ദീപന സ്വഭാവമുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും ഒരു ഫാഷനായി തീർന്നിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഏക ലൈംഗിക പങ്കാളിത്തത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും യുവതികൾ അറിഞ്ഞിരിക്കണം. എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം നമ്മുടെ സംസ്കാര ച്യുതിയല്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൊഡക്റ്റീവായുള്ള കാലമാണ് യൗവനം. വിവാഹവും ഉദ്യോഗ പദവിയുമെല്ലാം ഈ കാലത്താണ് അവർ നേടിയെടുക്കുന്നത്. വിവാഹശേഷം ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ആർത്തവവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അമിതമായ രക്തസ്രാവം, ക്രമം തെറ്റിയുള്ള ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വേദനകൾ എന്നിവയ്ക്കെല്ലാം തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകുന്നതിനും പിന്നീട് ഉള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുവാനും വളരെയധികം പ്രയോജനപ്പെടും. വിവാഹശേഷം അമ്മയായി തീരുവാൻ മാനസികമായി തയ്യാറെടുത്തതിനു ശേഷം വേണം സ്ത്രീ ഗർഭവതിയാകേണ്ടത്. ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മാസങ്ങളിലുള്ള ക്ഷീണം, ഛർദി തുടങ്ങിയിട്ടുള്ള അവസ്ഥകളിൽ ഭർത്താവിൻ്റെ സഹകരണവും സ്നേഹപൂർണമായ പെരുമാറ്റവും വളരെ അത്യാവശ്യമാണ്. അമ്മയുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും വളർച്ചയെയും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആഹാരത്തിൻ്റെ അളവിനേക്കാൾ ഗുണത്തിന് പ്രാധാന്യം നൽകുകയും മാനസികമായ ഉല്ലാസം അനുഭവിക്കുകയും ചെയ്യേണ്ട കാലമാണ് ഗർഭകാലം. ഇത് പ്രാപ്തമാകുന്നതിന് ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. ഗർഭരക്ഷയ്ക്കുള്ള ഔഷധങ്ങൾ സേവിക്കുകയും ആവശ്യമായ പരിശോധനകൾ നടത്തുകയും വേണം. പ്രസവശേഷം അതുമൂലമുണ്ടാകുന്ന ക്ലേശം പരിഹരിക്കുന്നതിനും കുഞ്ഞിനെ വേണ്ട വിധത്തിൽ മുലയൂട്ടി പരിപാലിക്കുന്നതിനും ആവശ്യമായ ആഹാരക്രമങ്ങളും ചര്യകളുമാണ് സ്ത്രീ ശീലിക്കേണ്ടത്. കുഞ്ഞിനെ പരിപാലിക്കുകയും പിന്നീട് അതിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന അവസ്ഥ ആവർത്തവ വിരാമകാലമാണ്. ഏകദേശം 50-നോടടുത്ത പ്രായത്തിലാണ് ആർത്തവം നിൽക്കുന്നത്. ഹോട്ട് ഫ്ലഷസ്, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, അമിതമായ ക്ഷീണം, വിയർപ്പ്, ഉറക്കക്കുറവ് തുടങ്ങി ധാരാളം പ്രയാസങ്ങൾ ഈ സന്ദർഭത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹപൂർണമായ പെരുമാറ്റവും സാന്ത്വനവും കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശാരീരികമായി ഹോർമോൺ ലെവലിൽ വരുന്ന വ്യത്യാസമാണ് പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രയാസങ്ങൾക്ക് കാരണം. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സ്വയം ഒരു ധാരണയുണ്ടാവുകയും കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്ത് ഭർത്താവും കുടുംബാംഗങ്ങളും ഇതിൽ അവരോട് സഹകരിക്കുകയും വേണം. ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് ആവശ്യമായ ചികിത്സകളും യഥാസമയം ചെയ്യേണ്ടതുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് തുല്യമായ പാർശ്വഫലങ്ങളില്ലാത്ത നിരവധി ഔഷധങ്ങൾ ഈ അവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് ലഭ്യമാണ്. സുകുമാരം പോലുള്ള യോഗങ്ങൾ, അശ്വഗന്ധ ചേർന്നിട്ടുള്ള വിവിധ ഔഷധങ്ങൾ, മാനസമിത്ര വടകം പോലുള്ള മരുന്നുകൾ എല്ലാം ഈ അവസരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും അതിനുശേഷവും സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഓർമ്മക്കുറവ്, ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയജന്യ രോഗങ്ങൾ എന്നിവ മൂലമാണ്. ഈ അവസരത്തിലും യഥാസമയം ഉപയോഗപ്പെടുത്താവുന്ന ധാരാളം ഔഷധങ്ങളുണ്ട്. എങ്കിലും കുടുംബത്തിൽ നിന്നും ഭർത്താവിൽ നിന്നും ലഭിക്കുന്ന സാന്ത്വനവും സ്നേഹപൂർണമായ പെരുമാറ്റവും എല്ലാത്തിലുമുപരി സഹകരണ മനോഭാവവുമാണ് ഈ അവസരത്തിൽ സ്ത്രീക്ക് തുണയായിത്തീരുന്നത്. ചുരുക്കത്തിൽ ആരോഗ്യകാര്യത്തിൽ സ്ത്രീ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. ആ ശ്രദ്ധ നൽകുവാൻ സമൂഹവും വൈദ്യശാസ്ത്രവും അവരോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന ആർഷവചനം ഈ സന്ദർഭത്തിൽ അവസരോചിതമാണെന്ന് തോന്നുന്നു. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവകൾ സന്തുഷ്ടരാകുന്നു എന്നർത്ഥം. ഇവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അർഹമായ പരിഗണനയും അംഗീകാരവും നൽകി അവരെ
സമൂഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന അർത്ഥത്തിലാണ്. വളരെ പണ്ട് മുതലേ പ്രമേഹ ചികിത്സയിൽ പ്രസിദ്ധമായ ഒരു ഔഷധിയാണ് വേങ്ങ. വേങ്ങത്തൊലി കഷായം വെച്ച് പതിവായി കുടിക്കുന്നതും വേങ്ങത്തടിയിൽ തീർത്ത പാത്രത്തിൽ രാത്രി ഒഴിച്ചു വെച്ച വെള്ളം അടുത്ത ദിവസം രാവിലെ കുടിക്കുന്നതും പ്രമേഹത്തിൻ്റെ ശമനത്തിന് ഉത്തമമാണ്. ഈ ഔഷധിക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനുള്ള കഴിവ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വാഗ്ഭടാചാര്യൻ്റെ അസനാദി ഗണത്തിലെ പ്രധാന ചേരുവയായ വേങ്ങ കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾ, കഫപിത്ത ദോഷങ്ങൾ, അതിസാരം, രക്താതിസാരം, രക്തപിത്തം, കൃമിശല്യം, ഒടിവ് ചതവുകൾ എന്നിവയുടെ ചികിത്സയിൽ പ്രധാനപ്പെട്ടതാണ്. രക്താതിസാര ചികിത്സയിൽ പ്രസിദ്ധമായ യൂറോപ്യൻ ഫാർമക്കോപ്പിയയിലെ കിനോ ഈ മരത്തിൻ്റെ കറയിൽ നിന്നെടുക്കുന്നതാണ്. മോണപഴുപ്പും പല്ലുവേദന സുഖപ്പെടുത്തുന്നതിനും ഈ കറ ഉപയോഗിക്കുന്നു. ചൊറി, ചിരങ്ങ്, വെള്ളപ്പാണ്ട്, കുഷ്ഠം എന്നീ രോഗങ്ങൾക്ക് വേങ്ങയുടെ ഇലയും തൊലിയും ചതച്ച് ലേപനമായി പുരട്ടുന്നതും നല്ലതാണ്. തൊലിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അസന വിൽവാദി തൈലം, അയസ്കൃതി, വരാതി കഷായം തുടങ്ങിയ മരുന്നുകളിൽ വേങ്ങ പ്രധാന ചേരുവയാണ്. അസന എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന വേങ്ങയുടെ ശാസ്ത്രീയ നാമം ടിറോകാർപ്പസ് മാസൂപ്പിയം എന്നാണ്. ഫാബേസിയ കുടുംബത്തിൽ പെട്ട ഒരു വൃക്ഷമാണ് ഇത്. ഭാരതത്തിലുടനീളം ഈ വൃക്ഷം വളരാറുണ്ടെങ്കിലും ഉഷ്ണമേഖലയിലെ പ്രദേശങ്ങളിലെ ഇലപൊഴിയും കാടുകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വൻ വൃക്ഷമാണ് വേങ്ങ. ചാരനിറമുള്ള മരപ്പട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട്. ഇത് മുറിച്ചാൽ ചുവന്ന ഒരു കറ ഊറി വരും. കാതലിന് നല്ല ഉറപ്പും ചുവപ്പ് കലർന്ന ഇളം മഞ്ഞ നിറവുമാണ്. ഇലകൾ സംയുക്തങ്ങളാണ്. ഒരിലയിൽ 5 മുതൽ 7 പത്രകങ്ങളുണ്ട്. അഗ്രം കൂർത്ത് അണ്ഡാകാരത്തുള്ള പത്രകങ്ങളുടെ അടിഭാഗത്ത് രോമങ്ങളും കാണാം. മഞ്ഞ നിറമുള്ള പൂക്കൾ കുലകളായി ശാഖാഗ്രങ്ങളിൽ ഉണ്ടാകുന്നു. ഫലം ഒറ്റ വിത്തുള്ളതും ചുറ്റും പരന്ന ചിറകോടുകൂടിയതുമാണ്. വിത്ത് വഴിയാണ് ഈ വൃക്ഷത്തിൻ്റെ പ്രജനനം. ചിറകുള്ളതുകൊണ്ട് പറന്നുപോയി മണ്ണിൽ വീണ് തനിയെ മുളച്ച തൈകളുണ്ടാകുന്നു. മൂത്ത കായകൾ ശേഖരിച്ച് ചിറകുകൾ കളഞ്ഞ് 24 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയ ശേഷം നഴ്സറി ബെഡിൽ പാകി തൈകളുണ്ടാക്കുന്നു. വൻ വൃക്ഷമായതുകൊണ്ട് 25 മുതൽ 30 വർഷം വരെ എടുക്കും ഇതിൻ്റെ തടി ഔഷധ ആവശ്യത്തിനും മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകുവാൻ. വീട്, വാഹനങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവ ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്.